റാലി? സൂപ്പർ സൂപ്പർ അല്ലേ? അപ്പോ അല്ല ഇപ്രാവശ്യം ബാലുശ്ശേരി സൂപ്പറാവും. ഓക്കെ ഓക്കെ സൂരജ് ജയിക്കും. ഓക്കെ ഓക്കെ റാലിയിലൊക്കെ പങ്കെടുത്തല്ലോ. എന്താണ് ഇത്തവണത്തെ നമ്മുടെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്? ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ UDF തൂത്തുവാരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തടിസ്ഥാനം താങ്കൾ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് LDF വിരുദ്ധ വികാരം കേരളത്തിൽ ഒന്നായിട്ട് നിലനിൽക്കുകയാണ്. ആ തരംഗത്തിൽ ബാലുശ്ശേരി തീർച്ചയായിട്ടും ലഭിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഗംഭീരമായ മുന്നേറ്റമായിരിക്കും പ്രാവശ്യം ബാലുശ്ശേരി ഉണ്ടാവുക. വൻഭൂരിപക്ഷത്തോടെ വിജയിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ ഓക്കെ. UDF പ്രവർത്തകരെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ്. പ്രത്യേകം എന്താ പറയാനുണ്ടോ? നമ്മളെ UDF തരംഗം കേരളം ഒന്നായിട്ട് അത് ബാലുശ്ശേരി വഞ്ഞടി. എന്താണ് ചേറല്ലേ ജയിക്കൂലേ? എല്ലാവരും ഒരിക്കൽ കൂടി ഇന്ന് നമ്മളുടെ പ്രകടനം നോക്കിയാൽ തന്നെ നമ്മളെല്ലാവരും പിടിച്ചത് ഒറ്റക്കൊടികളാണ്. നമ്മുടെ ചിഹ്നമായ കൈപ്പത്തിയുടെ കൊടിയാണ് ഇന്ന് പിടിച്ചത്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെല്ലാം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് കൈപ്പത്തി ചിഹ്നമുള്ള കൊടി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് എസ്റ്റേറ്റിൽ നിന്ന് ആരംഭിച്ച് എങ്ങനെയൊക്കെ പ്രകടനം നടത്തിയത്. ബഹുമാനിയായ നമ്മുടെ UDF ചെയർമാനോട് ഞാൻ പറഞ്ഞു, നമ്മൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി പിടിക്കുക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നമുക്കതിന്റെ ആവശ്യമില്ല, നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് VT സൂരജ്, അതുകൊണ്ട് നമുക്ക് കൈപ്പത്തി ചിഹ്നമുള്ള ഒറ്റ കൊടി മാത്രം മതി. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉണ്ണികുളം പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ലീഡ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം വിചാരിക്കും മുസ്ലിം ലീഗിന്റെ കൊടി എവിടെയെന്ന്. നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ചേർന്നത് മുസ്ലിം ലീഗിന്റെ യുവ പ്രാസംഗികൻ സായി നടുവണ്ണൂരാണ്. നമ്മുടെ ചിഹ്നം കൈപ്പത്തിയാണ്. നമ്മുടെ ചിഹ്നത്തെ ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് റാലിക്ക് രൂപം കൊടുത്തത്. കൂടുതലായി ഞാനൊന്നും തന്നെ സംസാരിക്കുന്നില്ല. നേതാക്കന്മാർ ഇവിടെ പ്രതിപാദിക്കും. കേരള രാഷ്ട്രീയത്തെ കുറിച്ചോ നമ്മുടെ ഇന്ദിരാഗാന്ധിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. നമ്മൾ ഉണ്ണികുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികുളം പഞ്ചായത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രിയങ്കരനായ MP ക്ക് 7000 ചില്ലാനം വോട്ടാണ് നമ്മൾ ലീഡ് കൊടുത്തത്.